ഹായ് ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അഗ്രോ ഇൻഡസ്ട്രീസ് പരീക്ഷ PSC ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിലെ പരീക്ഷാ കലണ്ടറിൽ ഈ എക്സാം അഗ്രോ ഇൻഡസ്ട്രീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 595/2024 എന്നുള്ള പരീക്ഷ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 10-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നതെന്ന് ഓർക്കുക. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസിൽ പകുതി അഗ്രികൾച്ചറിന്റെ ടോപ്പിക് 50 മാർക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗും 50 മാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സിലബസ് നോക്കി കൃത്യമായിട്ട് പഠിക്കുക. ഓൾറെഡി ഗ്രൗണ്ട് വാട്ടറിന് വേണ്ടിയിട്ട് ഡിസംബറിൽ നടക്കുന്ന ഗ്രൗണ്ട് വാട്ടറിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അതും അഗ്രികൾച്ചറുകാർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. സെയിം സിലബസ് തന്നെയാണ്. അതിൽ നിന്ന് മൈനിങ് എഞ്ചിനീയറിംഗ് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ PSC പുതിയ സിലബസ് കണ്ടുപിടിക്കാതെ മെനക്കെടാറില്ല. മൈനിങ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിന്റെ അതേ സിലബസ് തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. മൈനിങ് എഞ്ചിനീയറിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. മെക്കാനിക്കലിന്റെയും അഗ്രികൾച്ചറിന്റെയും ടോപ്പിക്കാണ് ഇതിനു വേണ്ടി പഠിക്കാനുള്ളത്. അപ്പോൾ മെക്കാനിക്കലിന് 50 മാർക്കിന്റെ ടോപ്പിക് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 10 മാർക്കിന്റെ ഉണ്ട്. ദെൻ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് 10 മാർക്കിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് 10 മാർക്കിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 10 മാർക്ക്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാം കൂടെ കംപ്രസ് ചെയ്ത് 50 മാർക്കിനാക്കിയിട്ടുണ്ട്. തെർമൽ എഞ്ചിനീയറിംഗ് 10 മാർക്കിന് ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട്. തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഹീറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരും. അങ്ങനെ 50 മാർക്ക് ടോട്ടൽ നമ്മുടെ എവിടുന്ന് വരുന്നു? മെക്കാനിക്കലിൽ നിന്ന് വരുന്നു. അഗ്രികൾച്ചറിൽ 50 മാർക്കാണ്. അതും നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടറിനുള്ള അതേ സിലബസ് തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 ടില്ലേജ് ഓപ്പറേഷൻസ്, പ്രൈമറി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. 5 മാർക്ക്. രണ്ടാമത്തെ മൊഡ്യൂൾ ഹാർവസ്റ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തെ മൊഡ്യൂൾ ഹിച്ചിങ് ഓഫ് ഇംപ്ലിമെന്റ്സ്. നാലാമത്തെ മൊഡ്യൂൾ ടെസ്റ്റിംഗ് ഓഫ് ട്രാക്ടേഴ്സ് ആൻഡ് ഫാം മെഷീൻസ്. അഞ്ചാമത്തെ മൊഡ്യൂളും ഈ പറഞ്ഞതുപോലെ വിൻഡ് എനർജി കൺവേർഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോയിൽ പ്രോപ്പർട്ടീസ് 6ാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ സർവേയിങ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതൊക്കെ 7ാമത്തെ മൊഡ്യൂൾ. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ നമ്മൾ മെക്കാനിക്കലിലും പഠിക്കുന്നുണ്ട്. 8ാമത്തെ മൊഡ്യൂളിൽ ഈ പറഞ്ഞ സർഫസ് ആൻഡ് സബ് സർഫസ് ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 9ാമത്തെ മൊഡ്യൂൾ റിയോളജിക്കൽ പ്രോപ്പർട്ടീസും സ്ട്രെസ്, സ്ട്രെയിൻ തുടങ്ങിയ കാര്യങ്ങൾ. 10ാമത്തെ മൊഡ്യൂൾ പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ, ഡ്രൈയിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ 5 മാർക്ക് വീതമുള്ള 10 മൊഡ്യൂളുകളാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള കോഴ്സ് I+ൽ കവർ ചെയ്യുന്ന കോഴ്സ് I+ൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ എൻറോൾ ചെയ്യാൻ സാധിക്കും. താഴെയുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ഈ സിലബസ് ഓൾറെഡി ഗ്രൗണ്ട് വാട്ടറിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതേ പഠനം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇന്റൻസിറ്റിയിൽ ഫെബ്രുവരി വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കും. നല്ലൊരു സർക്കാർ ജോലി നേടാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+നൊപ്പം ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.